ഹായ് മാം, എൻ്റെ പേര് കവിത. ഞാൻ ഇന്നലെ വൈകിട്ട് 7 to 8 ബാച്ചിലാണ് കയറിയത്. ഇന്ന് രാവിലെ 5 to 6 AM രാവിലത്തെ മോർണിംഗ് ബാച്ചിലാണ് കയറിയത്. എനിക്ക് ജോലിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ 7 to 8 എടുത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ നല്ലത് മോർണിംഗ് ബാച്ചാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് മോർണിംഗ് ബാച്ചിൽ കയറിയത്. അപ്പം ചെയ്തെടുത്തെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം മാം ആ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ടച്ച് ചെയ്താണ് പോയത്. അതായത് നമ്മുടെ എക്സർസൈസും യോഗയും പ്രാണായാമവും അതിൻ്റെ കൂട്ടത്തിൽ ഫേസ് യോഗയും കൂടെ ആയപ്പോഴത്തേന് ഏകദേശം ഉള്ളതെല്ലാം ടച്ച് ചെയ്ത് തന്നെയാണ് പോയത്. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ യോഗ ഒക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ട്രെയിനിങ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. കാര്യം ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് അത് വളരെ നന്നായിരുന്നു. എനിക്ക് രാവിലെ ആണെങ്കിലും ഞാൻ മോർണിംഗ് ബാച്ചിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പിന്നെ നമ്മൾ കിച്ചണിൽ കയറുമ്പോഴൊക്കെ നല്ലൊരു ഉന്മേഷവും കാര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങളെപ്പോലുള്ളവർക്ക് മാമിൻ്റെ ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടും. പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊന്നും എനിക്ക് വലുതായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ല. ആകപ്പാടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ്സ് വരുമ്പം ഭയങ്കര പെയിനാണ്. അത് എനിക്ക് തോന്നുന്നു എനിക്ക് പീരീഡ്സ് ആയ കാലം തൊട്ടുള്ള വിഷയമാണ്. പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, നേരത്തെയും ചെയ്യുമായിരുന്നു. എന്തായാലും മാമിന് ഒത്തിരി നന്ദിയുണ്ട്. കാര്യം ഇങ്ങനെ ഒരു ഫ്രീ ക്ലാസ് അല്ലെങ്കിൽ മാം 300 രൂപയ്ക്ക് യോഗ എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പം കയറത്തില്ലായിരുന്നു. പക്ഷേ ഈ ഫ്രീ ക്ലാസ് എന്ന് കേട്ടപ്പോൾ എന്നാൽ ഫ്രീ ക്ലാസ് ട്രയൽ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒക്കെ കയറിയത് കേട്ടോ. കാര്യം ഒന്നാമത് സമയം ഇല്ല, ജോലിക്കൊക്കെ പോകണം. എനിക്കും ചെറിയൊരാളുണ്ട്, ഒരു 5 വയസ്സുള്ള ഒരാളുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ സമയം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടുവോ ഇല്ലയോ. ഒന്നാമത് ഈ ഓൺലൈനായിട്ടൊക്കെ വരുന്നില്ലേ, നമ്മൾ നേരിട്ട് കണ്ടോ അറിയുന്നോ മനുഷ്യരാണെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. ഈ ഓൺലൈനൊക്കെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു വിശ്വാസക്കുറവ് വരുമല്ലോ. പക്ഷേ ഇന്നലെ മാമിനെ കണ്ടപ്പോഴും ആ മാമിൻ്റെ സംസാരവും ക്ലാസ്സും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി ജെന്യുവിൻ ആണെന്ന് മനസ്സിലായി. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഞാനും എനിക്ക് തോന്നുന്നുണ്ട് ഒട്ടേറെ പേരും ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.